ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻസൺ ജേക്കബ്. സീറോ മലബാർ സഭയിൽ ഒരു നല്ല പ്രവണത ഞായറാഴ്ചത്തെയും അതുപോലെ കടമുള്ള ദിവസങ്ങളിലെയും ഒരു കുർബാന ആൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് അതുപോലെ തന്നെ ചെല്ലാമെന്നുള്ള, അതായത് മദ്ബഗയിലേക്ക് തിരിഞ്ഞ് നിന്ന് ചെല്ലാമെന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു തീരുമാനമാണ്. ഇതാരും അട്ടിമറിക്കാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാ വിശ്വാസികളും നല്ല രീതിയിൽ കൂടെ തന്നെ പ്രവർത്തിക്കണം. നമ്മുടെ സഭയെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി സാജൻ പറഞ്ഞതുപോലെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അശ്ലീലതയാണ്. ആ അശ്ലീലത പേറുന്നവരാണ് നമുക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് പാരമ്പര്യ ക്രിസ്ത്യാനിയെന്നും പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു സഭയായിട്ട് വളർന്നു വരാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം യേശുക്രിസ്തു പരമേൽപ്പിച്ചത്. പക്ഷെ നമ്മളെന്തുകൊണ്ടോ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുറേ പാരമ്പര്യവും അതും ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഈ മാറിയ കാലഘട്ടത്തിൽ അനേകം യുവാക്കൾ സ്ത്രീകളെ കിട്ടാതെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്, ലക്ഷക്കണക്കിനാണ്. പക്ഷേ നമ്മുടെ പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ലത്തീൻ സമുദായത്തിൽ നിന്നോ അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഏതുമാകട്ടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഹൈന്ദവ സമുദായത്തിൽ പെട്ട ആൾക്കാരെയാണെങ്കിൽ നമ്മുടെ സമുദായത്തിലേക്ക് ചേർത്ത് കെട്ടിക്കാൻ അങ്ങനെയുള്ള സമുദായങ്ങളും നമ്മൾ പ്രോത്സാഹിക്കുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ അശ്ലീലത എന്ന് പറഞ്ഞത്, മറുനാടൻ പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള അശ്ലീലത പേരുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കുർബാനപരമായ ആഭാസതരങ്ങളും കൂടെ ആയി കഴിയുമ്പോൾ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റത്തിൻ്റെ ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നാറ്റസഭയായി മാറാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം വന്നിരിക്കുന്ന ഈ സമവായ ധാരണകൾ നമ്മൾ പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് പരിപാലിക്കപ്പെടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചൈതന്യം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുക. ഇനിയെങ്കിലും സഭയിൽ കിടന്ന് വാരരുത്, മാലിന്യം വാരുന്നവരായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചൈതന്യത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഫയർ നിന്നുകൊണ്ട് അടുത്ത യുഗാന്ത്യത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ. യുഗാന്ത്യം നമ്മൾ കടന്നു പോകണമെങ്കിൽ നമുക്ക് കുറച്ച് യേശുക്രിസ്തുവിൻ്റെ ഫയർ എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ യുഗാന്ത്യം കഴിഞ്ഞേച്ച് വരുന്ന 1000 വർഷം വാഴ്ചയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ സഭ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും പെർഫെക്ഷനുള്ള ഒരു സഭയായിട്ട് മാറാനായിട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലെ മാലിന്യം ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും യുഗാന്ത്യത്തിൻ്റെ ആ ഫയർ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ കുർബാന അതുപോലെ തന്നെ മറ്റു പല മേഖലകൾ, സാമ്പത്തികമായ മേഖലകൾക്കെല്ലാം അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വെറുതെ ഒരുമാതിരി ഒന്നിനും കൊള്ളാത്ത ഒരു സഭയായി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരാജയപ്പെട്ട ഒരു താലന്ത് കിട്ടിയവൻ മണ്ണി കുഴിച്ചിട്ടെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു താലന്ത് കിട്ടിയ സഭയായി മാറരുത്. ഇവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായിട്ട് യുഗാന്ത്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാരെല്ലാം ശക്തമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ പുറകോട്ടടിപ്പിക്കുന്ന പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തിരിപ്പൻ നയങ്ങളുമായിട്ട് നമ്മുടെ ചില അച്ഛന്മാരും കുറേ കന്യാസ്ത്രീകളും ഒക്കെ മാറിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.